അപ്പൊ ഇനിയിപ്പോ നമുക്ക് 3 പ്രതിഭകളെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ? കോഴ്സ് കഴിഞ്ഞു പോയ മോളുടെ? ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞു. ഞാനിപ്പോ MBBS പഠിച്ചോണ്ട്. എവിടെ MBBS പഠിക്കുന്നു? അപ്പൊ നമ്മുടെ നെഞ്ചത്ത് കുഴൽ വെക്കുവോ? കുറച്ചു കാലം കഴിയട്ടെ അല്ലേ? ഓക്കെ, മോളുടെ പേരെന്താ? തീർത്ത. ഉഗ്രം പേരാണല്ലോ. നിങ്ങൾ രണ്ടുപേരല്ലേ? അച്ഛൻ എന്താ ജോലി? അച്ഛൻ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വർക്കാണ്. അവിടെ തന്നെ ഉണ്ടോ? പിരിച്ചുവിട്ടില്ലല്ലോ. മാനേജറായിട്ട് വർക്ക് ചെയ്യല്ലേ? അച്ഛനെ പിരിച്ചുവിടണമെന്ന് ഒരാഗ്രഹം എനിക്കില്ല കേട്ടോ. ഞാൻ ചുമ്മാ ചോദിച്ചതാ. മോളേത്? അജിത്രി. മോളെ ഓട്ടംതുള്ളലല്ലേ? ആ, ഞാനും മോളും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ടെലിവിഷൻ തുള്ളലുമായിട്ട് ഇറങ്ങിയ ആളാ ഞാൻ. അത് ഞാൻ നിന്നാ തുള്ളുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ തുള്ളലൊന്നുമില്ല, ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഞാൻ തുടങ്ങിയപ്പോൾ കുറച്ച് തുള്ളലുണ്ടായിരുന്നു, കുറച്ച് കൂടുതലായിരുന്നു. ഏത് ഓട്ടം തുള്ളലും ഒരിക്കലും അവസാനിക്കുമല്ലോ. മോളുടെ പേര് പറഞ്ഞില്ല. ഞാൻ അദിത്രി എസ് നായർ. ഏത് സ്കൂള്? സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. മോളെ ഏത് സ്കൂളിൽ മത്സരിച്ചേ? ഞാനും സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി. ഞങ്ങളൊക്കെ ഒരേ സ്കൂൾ. ഇത്തവണ മത്സരിച്ചോ? ഇപ്പം സ്റ്റേറ്റിൽ ഓട്ടം തുള്ളലിന് A grade കിട്ടി. A grade കിട്ടി. ഓ, കൺഗ്രാജുലേഷൻ. മോളോ? എന്റെ പേര് ദീപ്ത. ഞാൻ സിൽവർ ഹിൽസ് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്, 10th. ഞാൻ ഈ കൊല്ലം ഞാൻ പറഞ്ഞ അച്ഛന്റെ മോളല്ലേ? ഞാൻ ഓർക്കസ്ട്രയ്ക്കും വയലിനും ഇംഗ്ലീഷ് റെസിറ്റേഷനാണ് മത്സരിക്കുന്നത്. 3 മത്സരിച്ചു. അതിൽ 2 നാളെയാണ് പരിപാടി. റെസിറ്റേഷന് A grade ഉണ്ട്. അപ്പൊ റെസിറ്റേഷൻ A grade ഉണ്ട്. വയലിന്റെ പരിപാടി നാളെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അല്ലെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാല്ലേ? മോക്ക് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, വേഷം വേണ്ട. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. വേഷഭൂഷാദികളൊക്കെ എവിടെ ഇരിക്കുന്നത്? സാറിന്റെ കയ്യിലുണ്ട്, ആശാന്റെ കയ്യിലാണുള്ളത്. ആശാൻ ഇതെന്തിനാ വിളിച്ചു നടത്തിയോ? അല്ല, സാറിന് വേറെയും പ്രോഗ്രാംസ് ഉണ്ട്, അപ്പൊ സാറിന്റെ കയ്യിലാണ്. എന്റെ ആശാനെ, നിങ്ങൾ എവിടെയാണ്? അച്ഛന്റെ പേരെന്താ? ഷിബിരാജ്. അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ മോളെ നമുക്ക് വയലിൻ തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? നമുക്ക് വയലിൻ വായിക്കറിയോ? ഞാൻ പാട്ടാണ് പാടാറ്. പാട്ടാ അല്ലേ? പാട്ട് പാടൂ. അപ്പൊ പിന്നെ 2 ലൈൻ പാടിക്കോ. ഓ, അതാണ്. അമ്മ എന്താ ചെയ്യുന്നേ? അമ്മ അഡ്വക്കേറ്റ് ആണ്, അവിടെ കോഴിക്കോട്. അവിടെ തന്നെയാണ്. അഡ്വക്കേറ്റ് എന്നെ പഠിപ്പിക്കുക. അമ്മയുടെ പേരെന്താ? അമ്മന്റെ പേര് രാഖി. അത്യാവശ്യം കേസൊക്കെ ഉണ്ടോ? പിന്നെ ലീഡിംഗ് ആണോ? സിവിലാണോ ക്രിമിനലാണോ? അമ്മ എല്ലാം ചെയ്യാറുണ്ട്. അമ്മ വിചാരിച്ചാൽ ക്രിമിനൽ ആവാൻ പറ്റും എന്നുള്ളതാണോ? അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മയും കൂടെ എടുക്കുക. അപ്പൊ മോള് പറഞ്ഞ കേട്ടോ, അമ്മ വിചാരിച്ചാൽ ക്രിമിനലാ. ഞാൻ പറഞ്ഞ വായിലോട്ട് തള്ളി കൊടുത്ത കേട്ടോ. അപ്പൊ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? കോഴിക്കോടാ. പ്രാക്ടീസ് ഒക്കെ ശരിക്കുണ്ടല്ലോ. കേസ് കുറയാത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കല്ലേ? ഈ ആൾക്കാരെന്താ ഇത്രയും കേസ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ? നമ്മളെ സാമൂഹിക വ്യവസ്ഥിതി ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ. വ്യവസ്ഥിതി മാറിയാൽ തകർന്നു പോകില്ലേ നമ്മുടെ ജീവിതം? അതെ, ഞങ്ങളുടെ ജീവിതം തകർന്നു പോകും. കോടതികളും കേസും നിലനിന്നാലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഫുൾ നെയിം എങ്ങനെയാ? രാഖി. ഓക്കെ. ഹസ്ബൻഡിന്റെ ഫുൾ നെയിം? അനീഷ്. ഹിന്ദുവിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പിരിച്ചുവിടരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ മോളെ പാട്ട്. കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയ കരനെ കണ്ടു കൊതിക്കും, മില്ലത്തോരമ്പ കുറെ നേരം കണ്ടു കളിയാക്കും. സമുദിരി കോലത്തെയാണുങ്ങ മുല്ലപ്പൂ വാസന ഏറ്റുമയങ്ങും, വാലിട്ടനെ കണ്ണെഴുതിക്കാൻ വർമുകിലൊടി വരും. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതി മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, എന്നിട്ടും നീ എന്നെ ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വരൊളി കണ്ണനക്ക്, പൂവരശു പുത്ത കണക്കനെ എഞ്ചുന്ന ചേലനക്ക്, നട നട എന്ന നട കണ്ട തെയ്യമുടിയേക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ഓക്കെ, ഞാൻ പാട്ട് തുടങ്ങിയപ്പോൾ പേടിച്ചു മോളെ. കോലത്ത് സാമൂതിരി കിട്ടാണോ പണി? നാട്ടുകാരാണല്ലോ. നിങ്ങൾ നാട്ടുകാരാണ്. ഓക്കെ മോളെ. അപ്പം വയലിൻ വെസ്റ്റേൺ വയലിനാണ് മത്സരിക്കുന്നത്. അപ്പൊ ഒരു വെസ്റ്റേൺ പീസ്, ഒരു ചെറിയ പീസ്. നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി. 4 കഴിഞ്ഞ് വേഗം ബ്രേക്കിന് പോകണം. തകർത്ത് നമ്മളെ നാളെ നല്ല ആത്മവിശ്വാസത്തോടെ മത്സരിക്കുക അല്ലേ? എന്തെങ്കിലും സംഭവിക്കും. എന്ത് സംഭവിക്കും? നല്ലത് സംഭവിക്കും. അപ്പൊ മോളുടെ ഓട്ടംതുള്ളൽ മുടക്കണ്ട. അപ്പൊ ആശാനോട് പറയണം, തുള്ളൽ സാമഗ്രികൾ കൊണ്ട് സമയം വരുമ്പോൾ മാറിക്കളയരുത്. നിഖിൽ സാറിനോട് ഞാൻ പറയുന്നുണ്ട്. നിഖിൽ സാർ മിക്കവാറും ഒളിവ് പോകാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ മോളെ, താങ്ക് യു. അപ്പൊ എളുപ്പം ഡോക്ടർ ആവുക, നാട്ടുകാരെ നെഞ്ചത്ത് കൊള്ളു വയ്ക്കുക. ഓക്കെ, റെഡി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ആൾക്കാർ. നിങ്ങളൊക്കെ സുഖല്ലേ? എവിടെയാ നിങ്ങളുടെ വീട്? എവിടെയാ? കാസർഗോഡ് ഇല്ല? നീലേശ്വരം. ഓക്കെ, സ്കൂളാ? രാജാസ്. ഓക്കെ, ഭക്ഷണം കഴിച്ചോ? വേഗം പോയി കഴിക്കാം, നല്ല ഭക്ഷണം കേട്ടോ. ഓക്കെ.
ആ ഏ തുടർച്ചയായിട്ട് 5ാമത്തെ വർഷമാണ് പിന്നെ വട്ടപ്പാടിന് സ്റ്റേറ്റിലേക്ക് വരുന്നത്. അട്ടപ്പാടിന്നോ? വട്ടപ്പാട് വട്ടപ്പാട് അതെവിടെയാ? പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് സ്കൂളാ അത്? പേരോട് MIM. ഓക്കെ, ഞാൻ ഒരു കാര്യം, എനിക്കൊരു ബ്രേക്ക് എടുക്കാൻ നേരമാകും. അവിടുന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ബ്രേക്ക് എന്ന്. അപ്പൊ ബ്രേക്ക് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. നിങ്ങൾക്കറിയില്ല, പൊളിക്കണം. എന്താ പേര്? മാഷിന്റെ മാഷാണോ? മധുവിന്റെ ക്ലാസ്മേറ്റ് ഏത്? കൊട്ടാരക്കര മധുവിന്റെ ക്ലാസ്മേറ്റ്. എന്റെ പേര് ഒന്ന് ക്യാമറയിലോട്ട് വന്നേ. മധു കൊട്ടാരക്കര ഒന്ന് കാണട്ടെ. മധു കൊട്ടാരക്കര ഇത് ക്ലാസ്മേറ്റ് ആണ്. മധു കൊട്ടാരക്കര കുഴപ്പക്കാരൻ വല്ലതും ആയിരുന്നോ? കണ്ടുവല്ലേ? അപ്പൊ കുഴപ്പക്കാരനാണ് ക്യാമറ പറഞ്ഞേക്കണം. ഓക്കെ, കോട്ടയംകാരുണ്ട്. കോട്ടയങ്കി. ഓക്കെ ഓക്കെ. അപ്പൊ കമ്മിറ്റിയുടെ ഓഫീസുകളുണ്ട്. യാത്രാ സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ അല്ലേ? ഞാൻ അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ നമുക്ക് നമ്മളങ്ങോട്ട് പോവാം. കാര്യം അറിയോ? കൊട്ടാരക്കരക്കാരനാ. ഈ കൊട്ടാരക്കരക്കാരെ കൊണ്ട് നാട് മുടിഞ്ഞു പോകും. ഓക്കെ, റെഡി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നല്ല തിരക്കായി കഴിഞ്ഞു. നമുക്ക് സെക്യൂരിറ്റി ഒക്കെ കനത്ത സുരക്ഷയിൽ തന്നെയാണ്. നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ? ഭക്ഷണം കഴിച്ചോ? ഓക്കെ, എല്ലാരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ അന്ന വിചാരം മുന്ന വിചാരം ഒന്നും കേട്ടിട്ടില്ലേ?